السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. قال أقررتم وأخذتم على ذلكم إصري؟ قالوا أقررنا. قال فاشهدوا وأنا معكم من الشاهدين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: أحب الله لما يغضوكم من نعمه، وأحبونيه لحب الله، وأحبوا أهل بيتي لحبي. صدق شفيعنا رسول الله صلى الله عليه وسلم. محمد سيد الكونين والثقلين والفريقين من عرب ومن أعجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. نبينا الأمير نهي فلا أحد أبر في قولي لا منه ولا نعمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സർവാദരണീയരായ ഉസ്താദുമാരെ,
കാരണവന്മാരെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഇലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അസുർ നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച ഈ വലിയ സംഗമം, ഇതിനോടനുബന്ധിച്ചുള്ള മുഴുവൻ പരിപാടികളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമുഖമായി സഹോദരിമാരോടും സഹോദരങ്ങളോടൊക്കെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ ഉദ്ദേശിച്ച വിഷയം അല്പം പറഞ്ഞ് അപ്പോഴേക്ക് സമയം തീരും. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉപ്പാപ്പ എത്തും, അവസാനിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ നോക്ക്, അവിടുന്ന് സംസാരം കേൾക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ സദസ്സിലാണ്. സഹോദരിമാര് വളണ്ടിയർമാരായിട്ട് നിയന്ത്രിക്കണം. ഒരാളും ശബ്ദിക്കാതെ ശ്രവിക്കണം. സംസാരിച്ചേ പറ്റൂ എന്ന ആളുകൾ തൽക്കാലം ചീരണിക്കാരെങ്കിലും ഏൽപ്പിച്ച് വേഗം വീട്ടിൽ പോകലാണ് നല്ലത്. കാരണം ഇരിക്കുന്നത് കൊണ്ട് കാര്യമായിട്ട് ഉപകാരം ഉണ്ടാകില്ല. അത് ഇവിടെ എന്നല്ല, മൗലിദിന്റെ സദസ്സിലാണെങ്കിലും ബുർഉദ്ദാഇന്റെ മജ്ലിസിലാണെങ്കിലും സ്വലാത്തിന്റെ മജ്ലിസിലാണെങ്കിലും ഒരക്ഷരം സംസാരിക്കരുത്. അത് മര്യാദക്കേടാണ്, സൂഉൽ അദബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നിടത്ത് അച്ചടക്കത്തോടെ അത് ശ്രവിക്കണം. സ്വഹാബിമാര് മദ്ഹ് കേൾക്കുമ്പോൾ എങ്ങനെ അച്ചടക്കം പാലിച്ചുവോ അങ്ങനെ അച്ചടക്കം പാലിക്കണം. മദ്ഹും മൗലിദും അത് ഇന്നലെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഉസ്താദുമാരോ കർണാടകയിലെ ഉസ്താദുമാരോ സംയുക്തമായി മുഷാവറ കൂടി തീരുമാനിച്ച് പാസ്സാക്കിയതല്ല. അത് നേരത്തെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഈ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടികളെ സംവിധാനിച്ച് സൃഷ്ടിച്ച സമയം എന്നു മുതലോ അന്നു മുതലുണ്ട്. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് ഇന്നും നിലയും വന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദ്ഹ് പാടുമ്പോൾ സ്വഹാബത്തിനോട് തങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ ഉമ്മമാരെ, നമ്മുടെ കുട്ടികളൊക്കെ ഒച്ച വെക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഞാനത് പറയുമ്പോൾ ശരിയാണെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചോളി, ഇല്ലെങ്കിൽ വിട്ടേക്ക്. പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടില്, പഴയ കാലത്ത് നമ്മളെ ഉപ്പമാരും ഉപ്പാപ്പമാരൊക്കെ ഉള്ള കാലത്ത് വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും മൗലിദ് ഓതുമ്പോ എല്ലാ മക്കളും പരിസരത്തിരുന്ന് ജവാബ് ചൊല്ലും. ഓർമ്മല്ലേ? ജവാബ് ചൊല്ലും. മൗലിദ് അവർ ചൊല്ലുന്നുണ്ടാകും. അപ്പൊ എല്ലാ കുട്ടികളും ചൊല്ലും. സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. ഒരൊറ്റ കുട്ടി ആ വീട്ടിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കൂല. കാരണം ആ ഉപ്പ അല്ലെങ്കിൽ ആ ഉമ്മ ഈ മൗലിദ് ഓതുമ്പോ എല്ലാവരെയും അവിടെ വിളിച്ചിരുത്തി ആ അദബ് എല്ലാവർക്കും പഠിപ്പിച്ചു. ഇപ്പൊ ആ സംഗതി നമ്മുടെ വീടുകളിലില്ല. ഞാൻ ഉള്ളതുള്ളത് പോലെ പറഞ്ഞുതരാം. നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടേണ്ട, ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും മൗലിദ് ഓതുന്ന വീടുകൾ നമ്മുടെ നാട്ടിലൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കുടുംബം താമസിക്കുന്ന വലിയൊരു മഹല്ലല്ലേ. വളരെ കുറഞ്ഞ വീടുകളെ ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച രാവിനും തിങ്കളാഴ്ച രാവിനും ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അല്ലേ? ഉണ്ട്. എന്താ തിങ്കളാഴ്ച രാവിനുള്ള പ്രത്യേകത?
ആ രാത്രിയുടെ അവസാന സമയത്താണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരായത്. എന്താ തിങ്കളാഴ്ചന്റെ മഹത്വം? എന്താ? ഒരു പ്രത്യേക നോമ്പ് സുന്നത്തുള്ള ദിവസമല്ലേ തിങ്കളാഴ്ച? എന്തിനാ നബിയെ തിങ്കളാഴ്ച നോമ്പ് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഞാനങ്ങ് നോൽക്കുന്നുണ്ട്, നിങ്ങളും നോറ്റോളൂ എന്നല്ല. ഞാൻ നോൽക്കുന്നുണ്ട്, അതുകൊണ്ട് സുന്നത്തല്ലേ, നിങ്ങളും നോറ്റോളൂ എന്നല്ല തങ്ങൾ പറഞ്ഞത്. എന്തിനാ തിങ്കളാഴ്ച നോമ്പ്? ഫീഹി വുലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത് എന്ന്. തിങ്കളാഴ്ച അത് ജനിച്ച ദിവസം കഴിഞ്ഞു പോയില്ലേ? പക്ഷേ അതിലുള്ള ശുക്ർ കഴിഞ്ഞു പോകൂല, അതിലുള്ള നന്ദി അത് തീർന്നു പോകൂല. ലോകത്ത് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഏറ്റവും വലിയ അനുഗ്രഹത്തിനുള്ള ശുക്ർ എന്ന നിലക്കാണ് എല്ലാ തിങ്കളാഴ്ചയും ഒരു നോമ്പ് സുന്നത്താക്കപ്പെട്ടത്. വെള്ളിയാഴ്ചയല്ലേ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്? അല്ലേ? വെള്ളിയാഴ്ച. അന്ന് നോമ്പ് നോൽക്കൽ, എല്ലാ വെള്ളിയാഴ്ചയും നോമ്പ് നോൽക്കൽ കറാഹത്താണ്. എല്ലാ ശനിയാഴ്ചയും നോമ്പ് നോൽക്കൽ കറാഹത്താണ്. അപ്പോ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ തിങ്കളാഴ്ചക്ക് അതിൻ്റെ ആ പകൽ സമയത്ത് ഇങ്ങനെ ഒരു ബഹുമാനമുണ്ടെങ്കിൽ അതിനേക്കാൾ ഷറഫുണ്ട് അതിൻ്റെ രാവിന്. രാത്രിക്ക് അതിനേക്കാൾ ബഹുമാനമുണ്ട്. അപ്പൊ ആ മൗലിദ് ചൊല്ലിയിട്ട് പാലിച്ചിരുന്ന അച്ചടക്കം നിലനിന്നിരുന്നു നമ്മുടെ സമൂഹത്തിൽ. ഇന്നൊരു വീട്ടിൽ മൗലിദിന് പോയി നോക്കൂ നിങ്ങൾ, സങ്കടമാണ്. മൗലിദ് അവിടെ ഉസ്താദുമാർ അതിന്റെ ഹുർമത്തിൽ ഒരു റൂമിൽ അങ്ങനെ ഒരു കുറച്ച് അത്തറൊക്കെ വാസനിപ്പിച്ച് എഴുതൊക്കെ പുകയിപ്പിച്ച് നല്ല റാഹത്തോടെ നടക്കുന്നുണ്ട്. അതിന്റെ നേരെ ഇപ്പുറത്തും അപ്പുറത്തും വർത്തമാനങ്ങൾ, ഒരക്ഷരം മുരിയാടാൻ പാടില്ല, എങ്കിലേ അതിന് ഉദ്ദിഷ്ട ഫലം കിട്ടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ നേരത്തെ എത്തി അവിടുത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ബുജൈർ റളിയല്ലാഹു അൻഹു. ബുജൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന് തങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് ഇൽമൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വിശ്വസിച്ചു. എന്നിട്ട് അതിലൂടെയും ഇതിലൂടെയും ഒളിഞ്ഞു നടക്കുന്ന തന്റെ സഹോദരന് കത്തെഴുതി, കഅബേ, നീ അവിടെയും ഇവിടെയും ഒളിഞ്ഞു നടക്കരുത്. നീ അങ്ങനെ പ്രതീക്ഷിച്ച നേരത്തെ മനസ്സിലാക്കിയ നേതാവല്ല ഈ നേതാവ്. വന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സ്വീകരിക്കണം. അതുകൊണ്ട് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ എത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന് വിശുദ്ധ ഇസ്ലാം പുൽകിയ സഹോദരൻ ബുജൈർ റളിയല്ലാഹു അൻഹു കത്തെഴുതി. ആ കത്ത് കിട്ടിയപ്പോ കഅബ് ബിൻ സുഹൈറിന് ഒരു മോഹം, എനിക്കും പോകണം. പക്ഷേ പലരും കഅബ് ബിൻ സുഹൈറിനോട് പറഞ്ഞു, നിങ്ങൾ പാട്ട് പാടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പലപ്പോഴും നിങ്ങളെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒരു നിലക്ക് വിടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ താക്കീത് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ സ്വഹാബിമാരിൽ നിന്ന് അങ്ങനെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് പേടിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും, ഞാൻ എങ്ങനെ അവിടുത്തെ ഹളറത്തിലെത്തും എന്ന് ചിന്തിച്ച് ഈ കത്ത് വായിച്ചു നോക്കുമ്പോ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ എത്തണം, എന്നിട്ട് എന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിച്ച മഹാനവർകൾ ഒരു മുഖമൂടി അണിഞ്ഞുകൊണ്ട് ആ സദസ്സിലെത്തി. അപ്പൊ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ സഹോദരൻ ബുജൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ആ സദസ്സിലേക്ക് ഒരു മുഖമൂടി അണിഞ്ഞെത്തി. മുഖമൂടി അണിഞ്ഞെത്തിയിട്ട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ, വിശുദ്ധ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് നേരത്തെയുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നല്ലേ? എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും.
അത് ഇസ്ലാമിന്റെ ഒരു മഹത്വമാണ്. ഇന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വ ഇന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വ്യക്തി ആ ഹിജ്റക്ക് മുമ്പ് എന്ത് വൈകല്യങ്ങളുണ്ടോ ഹിജ്റയോടുകൂടെ അല്ലാഹു അത് മാപ്പാക്കി കൊടുക്കും. ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് 65 വയസ്സായിട്ടാണെന്ന് കൂട്ടിക്കോളൂ. അതിനു മുമ്പ് ധാരാളം വൈകല്യങ്ങൾ അയാളെ ജീവിതത്തിൽ നിന്ന് വന്നുപോയിട്ടുണ്ട്. ആ വൈകല്യങ്ങളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കും. പിന്നെ അതിന്റെ പേരിൽ അയാളെ ഹിസാബ് എടുക്കൂല. സാമ്പത്തിക രംഗത്തുള്ള ബാധ്യത ഒക്കെ കൂട്ടണം കേട്ടോ, അത് ഇതിൽ പെടൂല. അത് ഞാൻ മുസ്ലിമായി കിടഞ്ഞു ചോദിക്കാൻ പാടില്ല, അറിയാൻ പറ്റില്ല. നേരത്തെ കടം വാങ്ങിയതും മറ്റൊക്കെ അത് കൊടുക്കണം. ഞാൻ ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നിട്ട് അതുകൊണ്ട് നേരത്തുള്ള കടങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറയുന്നത് അത് കൊടുക്കണം, അത് കൊടുക്കട്ടെയാണ്. വ്യക്തിപരമായിട്ടും മറ്റുള്ള വൈകല്യങ്ങളില്ലേ, ബന്ധോഷങ്ങളും മറ്റുമൊക്കെ ഒക്കെ അല്ലാഹു മാപ്പാക്കി കൊടുക്കും. എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നു പറഞ്ഞു കഅബ എന്നവരോട്. എല്ലാവർക്കും പൊറുക്കുമോ എന്ന് ചോദിക്കും. എല്ലാവർക്കും മാപ്പാക്കുന്നു. അപ്പൊ ചോദിച്ചു, കഅബ് ബിൻ സുഹൈറിനും മാപ്പ് കിട്ടുമോ എന്ന്. ചോദിക്കുന്നത് ആരാണ്? കഅബ് ബിൻ സുഹൈറാ ചോദിക്കുന്നത്. കഅബ് ബിൻ സുഹൈറിനും മാപ്പ് കിട്ടുമോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, കഅബ് ബിൻ സുഹൈറിനും മാപ്പുണ്ട്. ആ സമയത്ത് മുഖമൂടി പൊക്കിക്കൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോഴാണ് സ്വഹാബിമാർക്ക് മനസ്സിലായത് മുഖമൂടി ധരിച്ചു വന്ന ആള് കഅബ് ബിൻ സുഹൈറാണ് എന്ന്. സഹോദരങ്ങളെ, നല്ല സാഹിത്യ ഭംഗിയിൽ നിമിഷ നേരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഞാനൊരു മദ്ഹ് പാടട്ടെ എന്ന് ആ സദസ്സിൽ വെച്ച് ചോദിച്ചു. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അവിടുത്തെ സംബന്ധിച്ച് ഞാനൊന്ന് മദ്ഹ് പാടട്ടെയോ? പാടിക്കോളൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് സ്വഹാബിമാര് മുഴുവനും ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട്. അവർക്ക് മുന്നിലാണ് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പാടിയത്, ബാനത്തു സുആദു ഫഖൽ ബിൽയൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യഫദ മക്ലൂലു ഉംബിതു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. സഹോദരങ്ങളെ, 10-60 വരികൾ നീണ്ടു നിൽക്കുന്ന ഏറ്റവും വിശുദ്ധമായ വചനങ്ങൾ. ബുർദാക്ക് അതിന്റെ കാലം കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വിരചിതമായതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടു മുന്നിൽ വെച്ച് തന്നെ സ്വഹാബി പാടിയതാണ്. സ്വഹാബിമാര് സാഗൂതം അത് കേൾക്കുന്നുണ്ട്. ഒരു സദസ്സിൽ സ്വഹാബിമാര് വന്നിരുന്നാൽ തന്നെ അവരെ അച്ചടക്കം എന്താണ്? ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയില്ലേ, സ്വഹാബിമാര് സദസ്സിൽ വന്നിരുന്നാൽ കഅന്ന അലാ റൂസിഹിമുത് തുയൂർ, തലക്ക് മീതെ പക്ഷികൾ വന്നിരിക്കും പോലെയുള്ള അച്ചടക്കമാണ്. വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് തിരിയാൻ പോലും അവർ അവസരം കാണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് വളരെയധികം ബഹുമാനത്തോടെ ഇരിക്കുന്നു. അപ്പുറത്തൊരാളോട് സംസാരിക്കുകയോ ഇപ്പുറത്തൊരാളിലേക്ക് നോക്കുകയോ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ചിന്തിക്കുകയോ. പക്ഷികൾ വന്നിരിക്കണമെങ്കിൽ എന്തൊരു ശാന്തത വേണം, പക്ഷികൾ വന്നിരിക്കണമെങ്കിൽ എന്തൊരു ഒതുക്കം വേണം. നമ്മുടെ ശരീരത്തിലൊന്നും പക്ഷി വന്നിരിക്കാത്തത് എന്താണെന്നറിയോ? ഫുൾ ടൈം അതിന് ചലനമാണ്. അതുകൊണ്ടിരിക്കുന്ന പക്ഷിക്ക് ഒരു ഒതുക്കം കിട്ടൂല. നിങ്ങൾ കണ്ടില്ലേ, ഒരു മരക്കൊമ്പിൽ പക്ഷി വന്നിരിക്കുമ്പോ കാറ്റടിച്ചിട്ട് മരക്കൊമ്പ് ഒന്ന് അളകുകയാണെങ്കിൽ അനങ്ങുകയാണെങ്കിൽ പക്ഷി അവിടെ നിന്ന് പറന്ന് അടുത്ത സ്ഥലത്ത് പോയിരിക്കും. അത് സ്വാഭാവികമാണ്. ഇവരെ തലക്ക് മീതെ പക്ഷികൾ വന്നിരുന്നാൽ എത്രയും നേരം വേണമെങ്കിലും പക്ഷികൾക്ക് ഇരിക്കാം. അത്രയും വലിയ ഒതുക്കമാണ്. അങ്ങനെ ഇരിക്കുന്ന സ്വഹാബിമാരോട് ഈ മദ്ഹ് ഇങ്ങനെ പാടുന്നതിനിടയിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു വാക്ക്, റബീഉൽ അവ്വലിൽ മൗലിദ് ചൊല്ലുന്നവരോടും സ്വലാത്ത് മജ്ലിസിൽ സംബന്ധിക്കുന്നവരോടും
ഏത് സദസ്സിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്ന, അത് കേൾക്കുന്ന ഏത് മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നവരോടും ഞാൻ പറയട്ടെ, തങ്ങളെന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. അച്ചടക്കത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായ സ്വഹാബിമാരോടാ പറയുന്നത്, ഇസ്മഊ ഇസ്മഊ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു പാടുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന സ്വഹാബിമാരോടാണ് ഇത് പറയുന്നത്. ഇസ്മഊ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ മൗലിദിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ മൊബൈൽ കൊണ്ട് കളിക്കരുത്, മെസ്സേജ് അയക്കരുത്, വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് പാർത്തിരിക്കരുത്. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൽ ലയിച്ചു ചേരണം. ആ മൗലിദിന് വേണ്ടി നമ്മുടെ ശരീരം പൂർണ്ണമായും ഒതുങ്ങിക്കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹല്ലേ പറയുന്നത്. തങ്ങളെ ഒരു ഹദീസ് പറയാൻ ഒന്ന് ഉളു എടുത്ത് നല്ല വസ്ത്രം മാറ്റി നല്ല തലപ്പാവണിഞ്ഞ് അത്തർ ശരീരത്തിൽ പുരട്ടിയ ശേഷം ആ ഹദീസ് പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന സ്റ്റേജിൽ ഇരുന്നിട്ട് ഹദീസ് പറഞ്ഞു കൊടുത്ത മഹാനല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മദീനത്തെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ ഒരാൾ ഹദീസ് ചോദിച്ചു വന്നാൽ ഇമാം മാലിക് തങ്ങൾ പറയൂല. ഏതെങ്കിലും ഒരു സദസ്സിൽ പോയിരുന്നിട്ട് വർത്തമാനം പറയുമ്പോ ഒരാൾ ഹദീസ് വന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കില്ല. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോ ഹദീസ് വന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കില്ല. ഹദീസ് ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വരുന്നവരോട്, അവിടെയുള്ള ഖാദിമിനോട് അല്ലെങ്കിൽ മക്കളോട്, ശിഷ്യന്മാരോട് പറയും, ഒരല്പനേരം കാത്തിരിക്കണം, ഉസ്താദ് അവർകൾ ഇപ്പോൾ വരും. എന്താണ് ആ സമയത്ത് പണി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്ക് പറയാനാ വരുന്നത്. ഒരുപക്ഷെ ആ വാക്ക് എഴുതിയാൽ പെട്ടെന്ന് തീരുന്നൊരു ഹദീസായിരിക്കും. നിയ്യത്തുൽ മുഅ്മിനി കഅമലിഹി, ഒരു ഹദീസല്ലേ. ആ ഹദീസാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും ശരി, അതിന് നല്ല വിശുദ്ധമായ വെള്ളവസ്ത്രം ധരിക്കണം, തലപ്പാവ് അണിയണം, ഉളു ഉണ്ടായിരിക്കണം, അത്തർ ഭൂഷണം, ഹദീസ് പറയാൻ വേണ്ടി ഇരിക്കുന്നിടത്ത് മാത്രം ഇരിക്കണം. എന്നിട്ട് തന്റെ ഉസ്താദുമാരുടെ പരമ്പര മുഴുവനും എണ്ണി പറയണം. എന്നിട്ടങ്ങ് ഹദീസ് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ബഹുമാനമല്ലേ അവർക്ക് ഏറ്റവും വലിയ നിലവാരം ഉയർത്തിക്കൊടുത്തത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ വെച്ചല്ലേ സ്വഹീഹുൽ ബുഖാരിയുടെ തഹ്രീർ, അതിന്റെ എഡിറ്റ് നടത്തിയത്. ഒരു ഹദീസ് ബുഖാരിയിൽ എഴുതണമെങ്കിൽ ഒരു പ്രാവശ്യം കുളിക്കണം, 2 റക്അത്ത് നിസ്കരിക്കണം, സ്വലാത്ത് ചൊല്ലണം. അല്ലാതെ ഒരു ഹദീസ് എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ മാന്യ സഹോദരന്മാരോട് സഹോദരിമാരോട് റബീഉൽ അവ്വലിന്റെ ആമുഖം എന്ന നിലക്ക് പറയട്ടെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത് വലിയ ബഹുമാന പുരസ്സരമാകണം. കാരണം അതൊരു സാധാരണ നേതാവല്ല, ഒരു സാധാരണ വ്യക്തിത്വമല്ല, ഒരു സാധാരണ നിലക്ക് പരിഗണിക്കേണ്ട മഹാനല്ല. ഇത്ര അധികം അല്ലാഹു ബഹുമാനം കൊടുത്തൊരു വ്യക്തിത്വം, ഇത്ര അധികം അല്ലാഹു മദ്ഹ് പറഞ്ഞൊരു വ്യക്തിത്വം, ഇത്ര അധികം അല്ലാഹു സ്ഥാനം കൊടുത്ത അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠർ ലോകത്ത് വേറെ ഇല്ലേ ഇല്ല. നിലക്ക് നമ്മുടെ മനസ്സിന് നല്ല ബഹുമാനം വേണം. വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുമ്പോ മുഅ്മിനീങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കാറില്ലേ? കുളിച്ചിട്ടല്ലേ പോകാറുള്ളത്? അത്തർ പൂശാറില്ലേ? തലയിൽ എണ്ണ തേക്കാറില്ലേ? മുടി ചീകാറില്ലേ? താടി വാരാറില്ലേ? നഖം വെട്ടാറില്ലേ? മറ്റു വൃത്തിക്ക് വേണ്ടിയുള്ളതൊക്കെ സ്വീകരിക്കാറില്ലേ? ഇതേ വൃത്തിയും
ബഹുമാനവും മഹാന്മാരായ ആളുകൾ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നതിന്, ഒരു ഹദീസ് എഴുതുന്നതിന്, ഒരു ഹദീസിന്റെ ക്ലാസ്സിൽ സംബന്ധിക്കുന്നതിന് സ്വീകരിച്ചുവെങ്കിൽ സ്വഹാബിയായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് ഈ പാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മൗലിദിന് വേണ്ടി നിങ്ങൾ കുടുംബ വീടുകളിലേക്ക് പലപ്പോഴും പോകും. സ്വലാത്ത് മജ്ലിസിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടും. സ്വലാത്ത് മജ്ലിസിന് വേണ്ടി ഒരുമിച്ച് കൂടും. ആ സ്വലാത്ത് മജ്ലിസിലേക്ക് വന്ന് പിരിയുന്നത് വരെ ഒരൊറ്റ കലാമും അവിടുന്ന് സംസാരിക്കരുതെന്ന് മാത്രമല്ല, കയ്യിലുള്ള ഫോണില്ലേ, ആ ഫോൺ നിങ്ങൾ സൈലന്റ് ആക്കി ഓഫാക്കി വെക്കണം. മനസ്സും ശ്രദ്ധയും അതിലേക്ക് പോകരുത്. ഇടക്ക് നാവ് കൊണ്ട് ദിക്ർ ചൊല്ലുന്നുണ്ട്, കൈ കൊണ്ട് മെസ്സേജ് കൈമാറുന്നുണ്ട്. വേണ്ട, നമ്മുടെ മനസ്സിൽ ബഹുമാനം കുറഞ്ഞത് കൊണ്ടാണ് അത്തരത്തിലൊരു ഏർപ്പാട് നമ്മൾ സ്വീകരിക്കുന്നത്. മൗലിദൊക്കെ പള്ളിയിൽ ഇരുന്ന് ചൊല്ലുമ്പോഴും അയാളെ കൈകൊണ്ട് അയാൾ ചിന്തിക്കുന്നത് സമയം വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് കൈകൊണ്ട് വിളിച്ച ആളോട് മെസ്സേജ് വിട്ടുകൊടുക്കാം, നാവ് കൊണ്ട് മൗലിദങ്ങ് ചൊല്ലിയേക്കാം. വേണ്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതുമ്പോ, അത് കേൾക്കുമ്പോ സ്വഹാബിമാര് പാലിച്ച അച്ചടക്കം, അവര് പാലിച്ച ബഹുമാനം, ആ ബഹുമാനം നമുക്കും ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ മദ്ഹിനും മൗലിദിനും നിലവാരമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് അങ്ങനെ ചൊല്ലുമ്പോ തങ്ങളും അത് ഇരുന്ന് കേൾക്കുന്നുണ്ട്, സ്വഹാബിമാരും ഇരുന്ന് കേൾക്കുന്നുണ്ട്. ആ ഇരുന്ന് കേൾക്കുന്നത് വലിയ ബഹുമാനമാണ്. ചൊല്ലുന്നത് ഒരു വ്യക്തിയാണ്, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു മാത്രമാണ് ചൊല്ലുന്നത്, വേറൊരു സ്വഹാബിയും ചൊല്ലുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കാൻ പറയുന്നു. മൗലിദ് കണ്ടില്ലേ, ഹദീസ് ഓതുന്നത് ഒരാളല്ലേ. നമ്മളൊക്കെ ഒരു പക്ഷേ ഹദീസ് ഓതുന്നില്ലെങ്കിലും നമ്മളത് സാഗൂതം ശ്രവിക്കണം. പിന്നെ ചൊല്ലുന്ന മദ്ഹ് നമുക്കറിയുന്നതാണെങ്കിൽ ഏറ്റു ചൊല്ലണം, അറിയാത്തതാണെങ്കിൽ നല്ല ബഹുമാനത്തോടെ കേൾക്കണം. എല്ലാ വരികളും ഒരുപക്ഷേ ചൊല്ലാൻ കിട്ടിയില്ലെന്ന് വരില്ല. കേൾക്കുന്നതിനും ബഹുമാനമുണ്ട്, അതിനും മഹത്തായ പ്രതിഫലമുണ്ട്. എന്നിട്ട് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് അങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യങ്ങളും എണ്ണി വിശേഷിപ്പിച്ചു. രണ്ടാമത്തെ വരിയോട് അടുത്ത് തന്നെ മഹാനവറുകൾ നേരത്തെ പറഞ്ഞില്ലേ, ഉംബീതു അന്ന റസൂലല്ലാഹി ഔഅദനി വല്ലഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. എന്നോട് പറയപ്പെട്ടു, അന്ന റസൂലല്ലാഹി വഅദനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്, എന്നെ വാൺ ചെയ്തിട്ടുണ്ട് എന്ന് എന്നോട് പറയപ്പെട്ടു. ഒരിക്കലും ഇല്ല. വൽഅഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. അല്ലാഹുവിന്റെ റസൂലിങ്കല് മാപ്പ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. ഏറ്റവും അധികം മാപ്പ് നൽകിയ നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും പ്രതീക്ഷിക്കാത്ത നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉണ്ടായത് മാപ്പാണ്. അതേ വിട്ടുവീഴ്ചയുടെ ഏറ്റവും വലിയ മഹത്വം പഠിപ്പിക്കുകയും അത് സമൂഹത്തിന് പകർന്നു നൽകുകയും ചെയ്ത നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും എന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എനിക്ക് മാപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് ധാരാളം എണ്ണി പറഞ്ഞു. അവസാനം മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മദ്ഹ് പാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദ്ഹ് കേൾക്കുന്നു. ആ മദ്ഹിന്റെ ഇടയിൽ മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് വലിയ അംഗീകാരം നൽകുന്നു.
ചെറിയ അംഗീകാരമല്ല, വലിയ അംഗീകാരം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കേട്ടിട്ട് തങ്ങൾ തന്നെ അതിന് വലിയ ബഹുമാനവും അംഗീകാരവും നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ അംഗീകാരവും ബഹുമാനവും നൽകുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മൗലിദ് ഓതുന്നവർക്ക്, മദ്ഹ് ചൊല്ലുന്നവർക്ക് വലിയ ബഹുമാനവും അംഗീകാരവും നമ്മൾ കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന അതേ ശൈലിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ശൈലിയാണത്. ഒരിക്കലും അതിന് യാതൊരു വ്യത്യാസവും വരുത്തേണ്ടതില്ല. അതേ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വലിയ നേതാവാണ്. അതിന് ഊരിപ്പിടിച്ച വാള് പോലെ വലിയ ശക്തിയാണ്. ഇന്ത്യൻ നിർമ്മിതമായ ഊരിപ്പിടിച്ച വാള് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാർഗത്തിൽ അതിശക്തമായി അടിയുറച്ചു നിൽക്കുന്ന നേതാവാണ് എന്ന വരിയങ്ങ് പാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ ശരീരം സ്പർശിച്ചൊരു പുതപ്പ് ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു സമ്മാനമായി നൽകുന്നു.